കുമരകത്ത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സുസ്ഥിര വികസന പദ്ധതി. അപ്പോൾ അവിടെ ഒരു രസം എന്നാന്ന് ചോദിച്ചാൽ അവിടെ ഈ തെങ്ങ് ചെത്തുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നവർക്ക് ഈ തെങ്ങേന്ന് എങ്ങനെ കള്ളുണ്ടാവുന്നു എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ തെങ്ങ് കയറി തിരിച്ച് കള്ള് ചെത്തുന്ന കാണിച്ചിട്ട് തിരിച്ചിറക്കുന്നതിന് 100 രൂപ മേടിക്കും. ഏത് അതേ കയറിയാണ് 100 രൂപ മേടിക്കുന്നത്. ഞാൻ പറഞ്ഞ അതാണ് അവരുടെ വരുമാനം. ഇങ്ങനെ ഓരോ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമ്മൾ ഈ പ്രദേശത്ത് ഒരുപാട് വരുമാന വർധന ഉണ്ടാക്കാൻ പറ്റുന്ന നിരവധി ഘടകങ്ങളുണ്ട്. അല്ല കാണുന്ന കാര്യം തെറ്റാണല്ലേ, വാർഡ് മെമ്പർ കാണുന്ന കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് കാണുന്ന തെറ്റാ. ഞാൻ 2000 രൂപയുടെ പദ്ധതി നിങ്ങൾക്ക് അവതരിപ്പിക്കാം എന്നല്ല നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ 1000 രൂപയുടെ നടക്കുകയല്ല, അവസാനം കിടക്കുന്നിടത്ത് ഊടുതുണി പോലും ഇല്ലാതെ വർത്താനം പറയുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അതൊക്കെ എന്നേ കട്ട് ചെയ്ത് കളയേണ്ട സമയം കഴിഞ്ഞെന്ന് നിങ്ങൾക്കറിയുമോ? അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. കാരണം 10,000-10,000 ആളുകൾ നാട് വിട്ടുപോയി കഴിഞ്ഞു. ഒരു വിട്ടുവീഴ്ചയും ചെയ്യൽ ഇത്തവണ 5 വർഷം കേരളത്തെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിലകൊള്ളും. അതിൻ്റെ അകത്ത് അഭ്യാസമായിട്ട് ഇറങ്ങുന്നവരെ അഭ്യാസത്തിന്റെ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് കയറ്റിവിടും. കാരണം ഇത് എന്റെയും നിങ്ങളുടെയും പ്രശ്നമല്ല, വരും തലമുറയുടെ വിഷയമാണ്. ഈ നാടിന്റെ ഏത് പ്രശ്നങ്ങളിലും ഈ നാട്ടുകാരുടെ ഏത് പ്രശ്നങ്ങളിലും ഞാനുണ്ട്. ഒരു ജനപ്രതിനിധിയായി, ഒരു സഹപ്രവർത്തകനായി, ഒരു കുടുംബാംഗമായി ഞാനുണ്ട്. പക്ഷേ ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ വേണ്ടി പോലീസ് പിടിച്ച് അകത്തായി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ എന്നെ വിളിച്ചേക്കരുത് എന്ന് പറയുന്ന ഒരു MLA നമുക്കുണ്ടായപ്പോ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തലമുറയുടെ MLA ആയിട്ട് നമ്മുടെ MLA നമുക്ക് തോന്നി. തീർച്ചയായിട്ടും നല്ലൊരു കൈയടി കൊടുക്കണം. 140 MLA-മാരിൽ ഒരാള് മാത്രമാണ് അതിശക്തമായി പറഞ്ഞത് മയക്കുമരുന്ന് മാഫിയക്കെതിരെ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അങ്ങനെ പിടിയിലാകുന്ന ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ ദയവ് ചെയ്ത് MLA എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞപ്പോ ഈ തലമുറയുടെ MLA ആയി. എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് വാഗമണി? അവിടെ കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. അച്ഛൻ്റെ കുറെ കയറി ലാസ്റ്റ് ബ്രിഡ്ജേ കയറിയോ? ലാസ്റ്റ് ബ്രിഡ്ജ് മാത്രം കയറാൻ പറ്റിയില്ല, നിർത്തി വെച്ചേക്കോ അല്ലേ? ആ പ്രാവശ്യം പോയപ്പോഴേ ഒരു സ്ഥിതി നിൽക്കുവാണ് ഇങ്ങനെ. അപ്പോൾ അവർ കുറേ നേരം നിൽക്കണം എന്ന് പറയും. നമ്മളിപ്പോൾ അങ്ങനെ എത്ര സമയം കാണും, നമ്മൾ എങ്ങനെ പോകുന്നില്ല. ഇപ്പം നിർത്തി വെച്ചേക്കുവാന്ന് പറഞ്ഞു. അപ്പം നിർത്തി വെച്ചത് കുറേ നാളായി. ഇവിടെ നോക്കുമ്പോൾ ഡ്രോൺ ആണെന്ന് തോന്നുള്ളൂ, കണ്ടോ? പക്ഷെ പരുന്താ, കണ്ടോ? ആ മഞ്ഞിൻ്റെ നേരെ മുകളിൽ നോക്കി. നമ്മുടെ ഊഞ്ഞാലിന്റെ അങ്ങനെ നമ്മുടെ ജനപ്രിയ നായകൻ വേഗനായ സെബാസ്റ്റ്യൻ ഇതായി വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധാലുവാണ് എന്നുള്ള ഒരു ഉൾക്കാഴ്ചയോടുകൂടിയാണ് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപ്രദേശത്തിന് ഏറ്റവും ഗുണകരമായ കാര്യങ്ങൾ ആവിഷ്കരിക്കുവാനും നമ്മുടെ വികസന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാനും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് അദ്ദേഹം നമുക്ക് തന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും ശ്രദ്ധേയമാണ്. അദ്ദേഹം പ്രത്യേകിച്ച് അനുകമ്പയും സ്നേഹവും കാരുണ്യവുമുള്ള ഒരു നല്ല ഒരു വ്യക്തിത്വമാണ്. നമ്മളെപ്പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച്, സാധാരണ കാർഷിക കുടുംബത്തിൽ ജനിച്ച് വലിയ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നേടിയതിനു ശേഷം അമേരിക്ക അടക്കം US അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജോലി ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് നേരത്തെ പൊതുപ്രവർത്തകനായിരുന്നു. തലപ്പലം ഗ്രാമപഞ്ചായത്തിന് രണ്ട് പ്രാവശ്യം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. നമുക്ക് ഏറെ പ്രിയങ്കരനായ, ജനങ്ങളോടൊപ്പം എന്നും നിലകൊള്ളുന്ന, എനിക്കേറെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ MLA വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ ഗ്രാമോത്സവം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ നമ്മുടെ അഡ്വക്കേറ്റ് P. G. രാജ്, ഞാൻ നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം
നമുക്ക് വളരെ വർഷങ്ങളായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിലെ ശ്രദ്ധാകേന്ദ്രമായ വ്യക്തിയാണ്. ഇപ്പോൾ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ പൊൻകുന്നം ബാറിലെ പ്രധാന അഭിഭാഷകനാണ്, നോട്ടറിയാണ്. നമുക്ക് ഇവിടെയുള്ള ഞാൻ പോലെ തന്നെ ഇവിടെയുള്ള ഓരോ വ്യക്തികളും അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെടുന്ന വ്യക്തിത്വമാണ്. നമുക്കൊക്കെ ഈ നമ്മുടെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകുമ്പോൾ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകാൻ വേണ്ടി മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ഒരു ജില്ലാ പഞ്ചായത്തിലോട്ട് മത്സരിപ്പിക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ പറയട്ടെ, അദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമുക്കറിയാം, ഏതൊരു ആവശ്യം വന്നാലും, നമുക്കൊരു മരണം വന്നാലും ഒരു കല്യാണം വന്നാലും മറ്റാവശ്യങ്ങൾ വന്നാലും നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം കൃത്യമായിട്ട് എത്തിച്ചേരുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അദ്ദേഹം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണെന്ന് സംശയമില്ല. പ്രിയങ്കരനായ അഡ്വക്കേറ്റ് പി ജി രാജ് സാറിനെ ഈ ഗ്രാമോത്സവിന്റെ മുഖ്യ പ്രഭാഷണ കർമ്മം നിർവഹിക്കുന്ന അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്, അതുപോലെ സ്വാഗതം ചെയ്യുകയാണ്. മേഖലകളിൽ നിന്നും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ടവരെ, ഈ ഗ്രാമത്തിലെ മുഴുവൻ ഗ്രാമസഭാംഗങ്ങളെ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ദിവസമാണ്. വളരെ നേരമായി നമ്മളൊരു വലിയ ഗ്രാമസഭയൊക്കെ കൂടി പോകാൻ ധൃതി കൂട്ടുന്ന സാഹചര്യത്തിലാണ് നല്ലൊരു മീറ്റിംഗ് വീണ്ടും ഇവിടെ നടക്കുന്നത്. എനിക്ക് പറയുവാനുള്ളത്, ഇന്നത്തെ നമ്മുടെ ഈ നാട്ടിൽ വിജയിച്ചു വന്ന മുഴുവൻ കുട്ടികളെയും അനുമോദിക്കുന്നതിനും അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് തിളക്കമാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇന്ന് നിലനിന്നു പോകുന്ന ഈ ഏറെ പ്രിയപ്പെട്ടവരെയും അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ യോഗം ചേർത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഒരു നാടിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ആ നാട്ടിലെ കുട്ടികളാണ്. അവരെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് നാട് പുരോഗമിക്കുന്നത്, നല്ലൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത്. തീർച്ചയായിട്ടും വിജയിച്ച മുഴുവൻ കുട്ടികളെ അനുമോദിക്കുവാനായിട്ട് ഈ വാർഡ് മെമ്പർ കാണിച്ച ഈ നല്ല കാര്യം എന്ന് സ്മരിക്കപ്പെടും. നമ്മുടെ വാർഡിലേക്ക് ഒരു പരിപാടിയിൽ ആദ്യം എത്തിച്ചേർന്ന ബഹുമാനായ MLA നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി, ഗ്രാമപഞ്ചായത്ത് വാർഡിന് വേണ്ടി ഒരു പൊന്നാട ബീച്ച് നമ്മൾ സ്വീകരിക്കാമെന്നുള്ള ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ എത്തുന്നത്. അദ്ദേഹത്തെ ആദരിക്കുവാനും അദ്ദേഹത്തിന്റെ വലിയ വിജയത്തോടൊപ്പം ഈ ഗ്രാമോത്സവ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ MLA ഞാൻ കാണുന്നതിനായി ക്ഷണിക്കുന്നു. ഈജോ വാർഡിൻ്റേതായിട്ടൊരു ഗ്രാമോത്സവം വെച്ചിരിപ്പം രണ്ടർത്ഥമുണ്ട് അതിന്. ഒന്ന്, ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ്. ഏറ്റവും നല്ലൊരു പൊതുപ്രവർത്തകൻ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കടന്നു പോയതിൻ്റെ 3ാം ചരമവാർഷികം ആഘോഷിക്കുന്ന ഈ അവസരം, ഞാൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ പരിപാടിക്ക് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഞാനിവിടെ അച്ഛനിരുന്നപ്പോൾ സൂചിപ്പിക്കുകയത്, ഇത്ര മനോഹരമായ സ്ഥലമാണ്, ഇവിടെയൊക്കെ ഡെവലപ്പ് ചെയ്താൽ വലിയ പ്രയോജനം നമ്മുടെ നാടിലുള്ള ജനങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ അതിൻ്റെ ആളാണ്. കാരണം ഞാനിപ്പോൾ പോയത് കൊമ്പുകുത്തി, അതോടൊപ്പം അവിടുത്തെ 2-3 പ്രദേശങ്ങൾ, അഴുതയാർ ഉൾപ്പെടെ ഉള്ള പ്രദേശത്ത് ആന 3-4 സ്ഥലങ്ങളിൽ വേലി തകർത്ത് കൃഷിയിടത്തിലിറങ്ങി എന്ന് പറഞ്ഞപ്പോൾ 2-3 ദിവസമായി അവർ വിളിക്കുന്നത്. അപ്പോൾ തന്നെ RRTF, അതായത് റാപ്പിഡ് ഫോഴ്സും റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള 10-20 ഫോറസ്റ്റുകാരും അവിടുത്തെ നാട്ടുകാരുമായി ചേർന്ന് എല്ലാ പ്രദേശങ്ങളും ഐഡൻറ്റിഫൈ ചെയ്ത് അപ്പോൾ തന്നെ റെസൊല്യൂഷൻ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു തീരുമാനം എടുത്തു. നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അതിന് തീരുമാനം ഉണ്ടാക്കിയിരിക്കണം. ഞാൻ 94 പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങൾ വിചാരിക്കും അത്രയും പ്രായമുണ്ടോ എന്നല്ലേ അൻസാരി? പ്രായം ഒരുപാടുള്ള ആളാണ്. അപ്പോൾ 30 വർഷം, അതായത് 10 വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റും അതിന് അനുബന്ധിച്ച് ബാങ്കിൻ്റെ പ്രസിഡന്റും ഒക്കെ. അതുകൊണ്ട് ഒരു ഗ്രാമപ്രദേശത്തുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം, അങ്ങനെ നിരവധിയായ പദ്ധതികളെക്കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ്. തീർച്ചയായിട്ടും ഇത്തവണ എല്ലാ പഞ്ചായത്തുകളും കൃത്യമായ പ്രൊജക്റ്റ് ഉണ്ടാവും. എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഗവേഷണ വിഷയം, എങ്ങനെ ജനങ്ങൾക്ക് വരുമാനം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്.
അതല്ല ജനങ്ങളെ കൊള്ളയടിക്കുക എന്നുള്ളതല്ല, ജനങ്ങൾക്ക് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കുക. മാസീവായിട്ടുള്ള മാക്രോ എക്കോണമിക് പോളിസി എന്ന് അതിനെ പറയുന്നത്, വലിയ തോതിൽ ഫണ്ട് എങ്ങനെ ആളുകളിൽ എത്തിക്കാം. അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളോട് ഞാൻ പറയാം. ഞാൻ നിയമസഭയെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 7 ലക്ഷം ടൺ റബ്ബറാണ്. നിങ്ങളൊക്കെ റബ്ബറുള്ളവരായിരിക്കും. അതിൽ 10 വർഷമായിട്ട് നമുക്ക് 150 രൂപയാണ് കിട്ടുന്നത്. ഇപ്പം അത് 250-260 രൂപയായി. അപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യം തന്നെ ബഡ്ജറ്റിൽ 250 രൂപ തറവില പ്രഖ്യാപിച്ചു. ഇനി അത് താഴോട്ട് പോകത്തില്ല, പോയാൽ അതനുസരിച്ച് ഗവൺമെൻറ് അതിൻ്റെ ഫണ്ട് ഇട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ ഒരു വർഷം 7 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിക്കുന്ന ഈ സംസ്ഥാനത്ത് 100 രൂപ വെച്ച് നഷ്ടം വന്നപ്പം 7000 കോടി രൂപയാണ് നഷ്ടം വന്നത്. 7000 കോടി രൂപ. അപ്പോൾ ഒരു ഗവൺമെൻറ് സൂക്ഷ്മമായി വിലയിരുത്തേണ്ട കാര്യം, എങ്ങനെയാണ് ജനങ്ങളുടെ നിന്ന് ഫണ്ട് നഷ്ടപ്പെടുന്നത്, അത് തിരിച്ച് അവർക്ക് നൽകുന്നത് മാത്രമല്ല, അവർക്ക് എന്തെല്ലാം വരുമാനങ്ങൾ വേറൊരു തരത്തിൽ ലഭിക്കാം എന്നുള്ളതാണ്. അപ്പം 6.5 ലക്ഷം കർഷകരിലേക്ക് 7000 കോടി രൂപ. അപ്പോൾ 6.5 ലക്ഷം കർഷകരിലേക്ക് 7000 കോടിയല്ല, അത് 10 വർഷം നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ. 10 വർഷം മുമ്പ് റബ്ബർ വില 250-270 ഉണ്ട്. 70,000 കോടി രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി. അതായത് നമുക്ക് ഒരു 10 കിലോ റബ്ബർ തന്നെത്താൻ വെട്ടുന്ന ഒരാൾക്കുണ്ടെങ്കിൽ 100 രൂപ വെച്ച് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1000 രൂപ പോയി. 150 വെട്ട നമ്മൾ കണക്ക് കൂട്ടുകയെങ്കിൽ 1.5 ലക്ഷം രൂപ പോയി. 10 വർഷത്തേക്ക് എത്ര പോയി? 15 ലക്ഷം രൂപ പോയി. ഇതാണ് ആളുകളുടെ പൈസ ഇല്ലാതെ വന്നതിൻ്റെ പ്രധാന കാരണം. ഞാൻ പറഞ്ഞ സാധാരണക്കാരനും ആളുകളും പ്രശ്നത്തിലേക്ക് പോയതിൻ്റെ പ്രധാന കാരണം. അത് തീർച്ചയായിട്ടും ഇത്തവണ കാർഷിക രംഗത്തെ സമഗ്രമായി സപ്പോർട്ട് ചെയ്യും. ഇതിനോടൊപ്പം ഏതൊക്കെ തലത്തിൽ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാം. ഇപ്പം അച്ഛൻ സൂചിപ്പിച്ചു, ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്. ശരിക്കും ആ വെള്ളച്ചാട്ടം ഒരു 8 മാസം 10 മാസം ഉണ്ട്, കൊക്കയാറല്ലേ. അവിടെ നമ്മളൊന്ന് റെഡിയാക്കി കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് വലിയ വരുമാനം കിട്ടും. കാരണം നിരവധി ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവിടെ ഒരു ടീം അറേഞ്ച് ചെയ്ത് പഞ്ചായത്തിന് വരുമാനം ഉണ്ടാകും. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ വെച്ച് കുളിക്കാൻ ഇറങ്ങുന്നവർക്കൊരു സെക്യൂരിറ്റിക്കാർ, ആളുകൾ വരുമ്പം നമ്മുടെ കടകളിലുള്ള കച്ചവടം. ഞാൻ ഈ റോഡ് ഏറ്റവും കൂടുതൽ താല്പര്യം എടുക്കുന്ന ഒരു വ്യക്തി ഞാനാണ്, ഈ വാഗമണ്ണ് പോകുന്ന. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ തൊട്ട് മുകളിൽ ആ പൈൻമരക്കാട് നിൽക്കുന്നിടത്ത് കഴിഞ്ഞ വർഷം വന്നത് 14 ലക്ഷം പേരാണ്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? 14 ലക്ഷം പേരുടെ ഇന്ന് 25 രൂപ വെച്ച് മേടിച്ചായിരുന്നു കഴിഞ്ഞ തവണ സെക്യൂരിറ്റി. നമ്മുടെ ആ പൈന്മാർ ഇവിടെ ആളുകൾ ഇറങ്ങുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ആലോചിച്ചോണ്ടാൽ മതി, ഇപ്പം 30 രൂപയാക്കി. അപ്പോൾ ഏതാണ്ട് 4.5 കോടി രൂപ ആ ഒറ്റ സ്പോട്ടിൽ നിന്ന് തന്നെ ചെറിയ പൈസയായി വാങ്ങിയപ്പോൾ കിട്ടി. നമ്മുടെ ഇവിടുത്തെ ഇപ്പം കൂട്ടിക്കൽ ആളുകൾ പറയുമോ ഇവിടെയൊന്നും കൊള്ളുകയില്ല, മോശം സ്ഥലമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതാ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്. വരുമാനം കിട്ടാനുള്ള ഏറ്റവും നല്ല സ്ഥലം, നല്ല ശുദ്ധമായ ജലമുള്ള സ്ഥലം. ഈ തോട്ടിൽ കുളിക്കുന്നത് തന്നെ, അല്ലെ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത് തന്നെ വളരെ മനോഹരമാണ്. ആ ലെവലിലേക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്. പുതിയ തലമുറ അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന. അപ്പം നിങ്ങളൊരു യൂട്യൂബിൽ അല്ലെങ്കിൽ മറ്റൊരു ഫേസ്ബുക്കിൽ കുറിക്കുമ്പോൾ 100 കണക്കിന് ആളുകൾ വരുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ നിങ്ങൾ കാണുന്ന കാഴ്ചയല്ല എറണാകുളത്തോ അല്ലെ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഉള്ള ആളുകൾ. അപ്പം അങ്ങനെയുള്ളിടത്ത് ഹോം സ്റ്റേകൾ, ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ, പഴവർഗ്ഗങ്ങളുടെ കൃഷിയിലൂടെ ആർജിക്കുന്ന സംഭവം. ഒരു ഉദാഹരണം, ഞാനവിടെ ചെന്നപ്പം ഒരു മലയണ്ണാൻ ഒരു ജാതിക്ക കടിച്ചുകൊണ്ട് പോവുക. അവൻ ജാതിക്ക കടിച്ചെടുത്ത് ഇവിടെ ചെന്നപ്പോൾ, നമ്മുടെ കോരത്തോട് ചെന്നപ്പോൾ, എൻ്റെ സാറേ ഇതാ പ്രശ്നമെന്ന് പറഞ്ഞ് മലയെണ്ണാൻ വന്ന് മൊത്തം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് തന്നെ ഏറ്റവും നല്ലതെന്നും പറഞ്ഞു. കാരണം അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മലയെണ്ണാനെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ട് കാണും, ഞാനും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ 98% ആളുകൾക്കും മലയെണ്ണാൻ എന്നാന്ന് അറിഞ്ഞുകൂടാ. അല്ല ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് കാണും, അല്ല ഇതിൻ്റെ അകത്ത് യൂട്യൂബിലൊക്കെ കണ്ടിട്ട്. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്നാണെന്നറിയാമോ? മലയെണ്ണാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, മണിക്കൂറുകൾ വന്ന് ഇരുന്ന് കാണാനുള്ളവന്മാരുണ്ട് അവിടെ. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ടൂറിസത്തിൽ ഈ മലയെണ്ണാനെ കാണാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്താൽ അവനുള്ള ജാതിക്ക ആയിക്കോട്ടെ പഴമായിക്കോട്ടെ എങ്ങനെയാലും അവനവിടെ എത്തും. അവിടെ വന്നിരിക്കുമ്പം അതിനൊരു ഫീസ് നമ്മൾ മേടിക്കും അതിൻ്റെ പൊസിഷനിൽ. അപ്പോൾ വന്നിരിക്കുമ്പോൾ ഉള്ളൊരു ഗുണം എന്നാ, അവനൊരു ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, അല്ലെ സോഡ മേടിക്കണം, എന്തെങ്കിലും ആയിക്കോട്ടെ. ആ നാട്ടിലുള്ള തദ്ദേശീയമായി വരുമാനം വർദ്ധിപ്പിക്കും. ഇപ്പം നമ്മൾ കൊമരകത്ത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സുസ്ഥിര വികസന പദ്ധതി. അപ്പോൾ അവിടെ ഒരു രസം എന്നാന്ന് ചോദിച്ചാൽ, അവിടെ ഈ തെങ്ങ് ചെത്തുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നവർക്ക് ഈ തെങ്ങേന്ന് എങ്ങനെ കള്ളുണ്ടാകുന്നു എന്ന് അറിഞ്ഞുകൂടാ.
അപ്പോൾ തെങ്ങ കയറി തിരിച്ച് കള്ള് ചെത്തുന്ന കാണിച്ചിട്ട് തിരിച്ചിറക്കുന്നതിന് 100 രൂപ മേടിക്കും. ഏത് അതേ കയറിയാണ് 100 രൂപ മേടിക്കുന്നത്. ഞാൻ പറഞ്ഞ അതാണ് അവരുടെ വരുമാനം. ഇങ്ങനെ ഓരോ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമ്മൾ ഈ പ്രദേശത്ത് ഒരുപാട് വരുമാന വർധനവുണ്ടാക്കാൻ പറ്റുന്ന നിരവധി ഘടകങ്ങളുണ്ട്. കാർഷിക മേഖലയിലും ടൂറിസം പദ്ധതികളിലുമൊക്കെ ഇത് പല രീതിയിൽ വ്യക്തിപരമായി ചെയ്യാം, സംഘങ്ങളായി ചെയ്യാം. അങ്ങനെ ഓരോ സംഭവങ്ങളും ചെയ്തു കഴിയുമ്പം കേരളത്തിൻ്റെ ഓരോ പ്രദേശവും, പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയും ഇതിൻ്റെ വെസ്റ്റേൺ ഘട്ടുമായി ബന്ധിപ്പിച്ച് നിൽക്കുന്ന ഈ കുട്ടിക്ക പഞ്ചായത്ത് ഉൾപ്പെടെ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ഒരു 4-5 പഞ്ചായത്ത് ഉൾപ്പെടെ വളരെ വലിയ ടൂറിസം പദ്ധതികൾക്കുള്ള സാധ്യത ഉള്ള സ്ഥലമാണ്. നിങ്ങൾ ഈ റോഡ് പൂർത്തീകരിക്കുമ്പോൾ നോക്കിക്കോ, നിങ്ങൾ പറയും ഇതൊരു മഹാശല്യമായി തീർന്നു പറയും. വളരെ ശക്തമായി ഞങ്ങളൊരു കുറേ MLA-മാർ നിലപാടെടുത്തിട്ടുണ്ട്. നേഴ്സിംഗ് കോഴ്സുകൾ മാത്രമല്ല, നിരവധി കോഴ്സുകൾ വേറെ ചെയ്യാം. അപ്പം സാധാരണക്കാരൻ്റെ പിള്ളേർക്ക് ഈ 10 ലക്ഷത്തിനുള്ളത് 8 ലക്ഷത്തിനോ അല്ലെ 5 ലക്ഷത്തിനോ ഇവിടെ വീടുകളിൽ നിന്ന് വന്നു പോയി പഠിക്കാനോ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉടനെ മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിലിറങ്ങി സമരം ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. എല്ലാത്തിനും പോട്ടെ, സമരം ചെയ്തിട്ട് ഇതിനേക്കാൾ വളരെ വലിയ ആശയം നല്ലത് കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് ഇന്ന് ഞാൻ ഒരു കാര്യം കൊണ്ടുവന്നപ്പോൾ 1000 രൂപ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ഞാൻ ഈ സമരം ചെയ്യുന്ന 1000 രൂപയുടെ കാര്യത്തിൽ തെറ്റാണ്. MLA കൊണ്ടുവന്ന കാര്യം തെറ്റാണല്ലേ, വാർഡ് മെമ്പർ കാണുന്ന കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടുവന്ന തെറ്റാ. ഞാൻ 2000 രൂപയുടെ പദ്ധതി നിങ്ങൾക്ക് അവതരിപ്പിക്കാം എന്നല്ല നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ 1000 രൂപയുടെ നടക്കുകയില്ല. അവസാനം കിടക്കുന്നിടത്ത് തൂടുതുണി പോലും ഇല്ലാതെ വർത്തമാനം പറയുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അതൊക്കെ എന്നേ കട്ട് ചെയ്ത് കളയേണ്ട സമയം കഴിഞ്ഞെന്ന് നിങ്ങൾക്കറിയുമോ? അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. കാരണം ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ നാട് വിട്ടുപോയി കഴിഞ്ഞു. ഒരു വിട്ടുവീഴ്ചയും ചെയ്യൽ ഇത്തവണ 5 വർഷം കേരളത്തെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നിലകൊള്ളും. അതിൻ്റെ അകത്ത് അഭ്യാസമായിട്ട് ഇറങ്ങുന്നവരെ അഭ്യാസത്തിൻ്റെ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് കയറ്റിവിടും. കാരണം ഇത് എൻ്റെയും നിങ്ങളുടെയും പ്രശ്നമല്ല, വരും തലമുറയുടെ വിഷയമാണ്. കാരണം നമ്മൾ വിദ്യാഭ്യാസപരമായി ഇപ്പം തന്നെ ഒരു 10 വർഷം പുറകിലാണ്. കാരണം 12,000 കോഴ്സാണ് ചൈനയുടെ ക്യാൻസൽ ചെയ്ത്, പ്രയോജനമില്ലാത്ത 12,000 കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും കൃത്രിമ ബുദ്ധി മനുഷ്യലോകത്ത് എത്തിക്കഴിഞ്ഞു. അത് അതിശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിൽ 18-ാം നൂറ്റാണ്ടിലെ ആശയങ്ങളുമായി ഇവിടെ നടന്ന നമ്മുടെ വികസനത്തെയും സർവ്വ സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്തിയാൽ ഇനി ഒരവസരം നമ്മുടെ കേരള സമൂഹത്തിനില്ല. നമ്മൾ വീണ്ടും 25-50 വർഷം പുറകോട്ട് പോകും, യാതൊരു സംശയവുമില്ല. തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള വൻ വികസന സംവിധാനത്തിലേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസ നയം നടപ്പാക്കുമ്പോൾ നമുക്ക് വളരെ വലിയ പുരോഗതിയുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ഇതിനെക്കുറിച്ചെല്ലാം നന്നായി സ്റ്റഡി ചെയ്ത് ഗവേഷണം നടത്തി ഓരോ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് എങ്ങനെ ഗുണം ചെയ്യും, റബ്ബർ വേലയുടെ കാര്യം പറഞ്ഞ പോലെ, വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ടൂറിസത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ എങ്ങനെ ഗുണം ചെയ്യും, അത് നാളുകളിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും. അല്ലാതെ ഞാൻ കമ്മീഷനെ വെച്ച് പഠിച്ചിട്ട് 5 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ജലവൈദ്യുതി പദ്ധതി നടപ്പാക്കുന്ന പോലെയുള്ള കാര്യമല്ല. ഏറ്റവും ഫാസ്റ്റ് ട്രാക്ക് ഇട്ട് നടപ്പാക്കാനുള്ള തീരുമാനം. കാരണം ഇപ്രാവശ്യം ഭരണത്തിൽ വന്നിരിക്കുന്ന ഒരു 10-40-50 പേര് നല്ല ചെറുപ്പക്കാരായ മിടുക്കന്മാരായിട്ടുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. ഇതിനെക്കുറിച്ച് പഠനമുണ്ട്. അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ആകമാനമായ പുരോഗതിക്ക് ഒരു വലിയ മാറ്റം വരും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ആ മാറ്റത്തിന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകുന്ന മുമ്പിട്ട് നിൽക്കുന്ന പൂഞ്ഞാറിൻ്റെ MLA എന്നുള്ള നിലയ്ക്ക് നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടക്കമുള്ള ഭാരവാഹികൾ, പ്രിയമുള്ള കുടുംബശ്രീ അയൽക്കൂട്ടം പ്രവർത്തകർ എല്ലാവരും ഇവിടെ ഉണ്ടെന്നറിയാം. എല്ലാവർക്കും വളരെ സ്നേഹനിർഭരമായ ആശംസകൾ ആദ്യമേ അറിയിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ഗ്രാമസഭയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഇവിടെ അതല്ല എങ്കിൽ ഇപ്പൊ MLA സൂചിപ്പിച്ച പോലെ ഇന്ന് രാവിലെ തോട്ടലും കൊമ്പൂന്തിയിലും ഒക്കെ ആന ഇറങ്ങുന്ന വലിയ ഒരു ഭീഷണി അവിടെ നിൽക്കുകയും നമ്മുടെ ആളുകളുടെ കൃഷിത്തോട്ടങ്ങളും
തീർച്ചയായിട്ടും MLA മണിക്കൂറുകൾ പോലും വിട്ട് കളയാതെ നേരെ അവിടെ എത്തിച്ചേരുകയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം തോക്കും മറ്റ് ആയുധങ്ങളും ഒക്കെ അവിടെ എത്തിച്ചേർന്ന് മുഴുവൻ സ്ഥല പരിശോധനയും ഇന്ന് നടത്തി. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേരാനും അല്പം വൈകിയത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാനിവിടെ ഒരു ജനപ്രതിയായി വന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും നൽകിയ വളരെ നിസ്വാർത്ഥവും നിസ്തുലവും നിസ്സീമവുമായ ഒരു പിന്തുണയും സഹകരണവും കൊണ്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ചേർന്നപ്പോഴാണ് നമുക്ക് പൂജാറിന്റെ പുതിയൊരു MLA നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചത്. അങ്ങനെ കടന്നു വന്ന MLA ആരുടെ MLA ആണ് എന്ന് ചോദിച്ചാൽ, നിയമസഭയിലെ അദ്ദേഹത്തിന് കിട്ടിയ 6 മിനിറ്റ് പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ 6 മിനിറ്റ് കൊണ്ട് അദ്ദേഹം അവിടെ വിനിയോഗിച്ചത് അല്ലെങ്കിൽ സംസാരിച്ചത് എന്ന് പറയുന്നത് കർഷകരും കർഷക തൊഴിലാളികളും ഇടത്തരം കർഷകരും ധാരാളമായി ജീവിക്കുന്ന പൂഞ്ഞാറിലെ ഗ്രാമീണ കർഷകരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ അടിസ്ഥാന വിളയായ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കണമെന്നാണ് അദ്ദേഹം ആ 6 മിനിറ്റ് കൊണ്ട് നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം കർഷകർ MLA ആണ്. അതേസമയം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. ഈ ഗവൺമെന്റ് നമ്മുടെ സമൂഹത്തിൽ നൽകിയ ഏറ്റവും വലിയ വരദാനം എന്ന് പറയുന്നത് ഇന്ന് പുതിയ തലമുറയെ നശിപ്പിച്ച് കളയുന്ന മദ്യ മയക്കുമരുന്ന് രാസലഹരിക്കെതിരെ ഈ ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത് 24 മണിക്കൂറിനകം ആരംഭിച്ച തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മളിന്ന് പല സ്കൂളുകളിൽ ചെല്ലുമ്പോൾ PTA അധികാരികളോടൊപ്പം അധ്യാപകരോടൊപ്പം നമ്മുടെ വേദികളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും അധികാരികളിരിക്കുന്നു. എന്താ കാര്യം? പോലീസ് തൂഫാനുമായിട്ട് വരുമ്പോ എക്സൈസുകാർ പറയുന്നു, ഞങ്ങൾ ഒരു ഇഞ്ച് പോലും പുറകിലല്ല, ഞങ്ങളുണ്ട് തൊട്ട് പിന്നാലെ തണ്ടറുമായി. ആർക്കു വേണ്ടി? ഈ സമൂഹത്തിലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ മദ്യ മയക്കുമരുന്ന് മാഫിയയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുവാനും പുതിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഒരു ഗവൺമെന്റ് കടന്നു വരികയും ചെയ്യുമ്പോൾ ഏതാണ്ട് 1000കണക്കിന് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും കൂടി നിൽക്കുന്ന മുണ്ടക്കയുടെ മീറ്റിംഗിൽ നമ്മുടെ MLA ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. എന്താ സംസാരിച്ചത്? ഈ നാടിന്റെ ഏത് പ്രശ്നങ്ങളിലും ഈ നാട്ടുകാരുടെ ഏത് പ്രശ്നങ്ങളിലും ഞാനുണ്ട്. ഒരു ജനപ്രതിനിധിയായി, ഒരു സഹപ്രവർത്തകനായി, ഒരു കുടുംബാംഗമായി ഞാനുണ്ട്. പക്ഷേ ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ വേണ്ടി പോലീസ് പിടിച്ച് അകത്തായി കഴിയുമ്പോൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ എന്നെ വിളിച്ചേക്കരുത് എന്ന് പറയുന്ന ഒരു MLA നമുക്കുണ്ടായപ്പോ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി തലമുറയുടെ MLA ആയിട്ട് നമ്മുടെ MLA നമുക്ക് തോന്നി. തീർച്ചയായിട്ടും നല്ലൊരു കൈയടി കൊടുക്കണം. 140 MLA-മാരിൽ ഒരാൾ മാത്രമാണ് അതിശക്തമായി പറഞ്ഞത്, മദ്യ മയക്കുമരുന്ന് മാഫിയക്കെതിരെ നിങ്ങളോടൊപ്പം ഞാനുണ്ട്. അങ്ങനെ പിടിയിലാകുന്ന ഒരാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാൻ ദയവ് ചെയ്ത് MLA എന്നുള്ള നിലയിൽ എന്നെ വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞപ്പോ ഈ തലമുറയുടെ MLA ആയി. ഇന്ന് അദ്ദേഹം ടൂറിസത്തെ കുറിച്ച് സംസാരിച്ചു, നമ്മുടെ കർഷകരെ അല്ലെങ്കിൽ നാട്ടുകാരുടെ സാമ്പത്തിക വളർച്ചയെ കുറിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും ഈ പദ്ധതികളൊക്കെ നടപ്പിലായി വരുമ്പോ ഈ പൊതുസമൂഹത്തിന്റെ പൊതുവായ ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. ദീർഘമായ പ്രശ്നത്തിലേക്ക് കടക്കുന്നില്ല, കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കണമെന്നൊക്കെ പ്രസിഡന്റ് സൂചിപ്പിച്ചെങ്കിലും സമയത്തിന്റെ പരിമിതിയുണ്ട്. കാരണം കൃത്യം 4:30 മണിക്ക് ഞാൻ MLA സാറ് നമ്മുടെ 26-ാം മൈൽ ആശുപത്രിയിൽ എത്തിച്ചേരാമെന്ന് വാക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ആദ്യമായി ഞാൻ കടന്നു വന്നപ്പോൾ എന്നോട് പ്രസിഡന്റ് പറഞ്ഞു, ഇവിടെ ഒരു മൃഗാശുപത്രി ഇല്ല, അതൊരു പൊതുസ്ഥാപനമാണ്. ആ പൊതുസ്ഥാപനം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കാണണം, ഏതെങ്കിലും സ്ഥലം പഞ്ചായത്ത് സംഘടിപ്പിച്ച് തരുമെന്ന് എന്റെ സഹപ്രവർത്തകരായ ജനപ്രതിനിധികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രസിഡന്റ് സൂചിപ്പിക്കുകയും ജില്ലാ പഞ്ചായത്തിൽ ഈ വർഷം 30 ലക്ഷം രൂപ നമ്മുടെ മൃഗാശുപത്രിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇടുവാൻ സാധിച്ചതും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ നാടിനോടുള്ള ഒരു കടപ്പാടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം കോട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്നും 60 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ചണ്ടമായി ചേച്ചിരിക്കുന്ന വേറൊന്നുമല്ല, ചാത്തമ്പ്ലാപ്പള്ളി 10 ഏക്കർ റോഡാകുന്നു. ലാസ്റ്റ് മൊമെന്റിൽ 10 ലക്ഷം രൂപ, കാരണം നടന്നു പോകാൻ പോലും അവിടെ ബുദ്ധിമുട്ടാണ് എന്ന് അറിയിച്ചപ്പോൾ 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ 60 ലക്ഷത്തോളം രൂപ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഈ പ്രദേശത്തിന്റെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോടൊപ്പം ചേർന്നതുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവിധമായ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ അവാർഡിന് അർഹമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് അനുമോദനങ്ങൾക്ക് നിങ്ങൾ പാത്രീഭൂതരാകേണ്ടതുണ്ട്. വരാൻ പോകുന്ന ഒരു കാലഘട്ടം കുഞ്ഞുങ്ങളുടെ കാലഘട്ടമാണ്. അനുദിനം എന്നോളം സാങ്കേതിക വിദ്യ മാറുന്നു. നമ്മുടെ MLA ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് സമയക്കുറവ് കൊണ്ടാണ്, ഇല്ലെങ്കിൽ AI കൂടെയും പുതിയ സാങ്കേതിക വിദ്യയെ കൂടെയും ഒക്കെ കയറി ഇറങ്ങി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ചെറുപ്രായത്തിൽ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഈ ഉന്നത വിജയം നാളുകളിൽ ഒരുപാട് വിജയങ്ങളിലേക്ക് കടന്നു പോകാൻ ഒരു അടിത്തറയാകട്ടെ എന്നുള്ള ആശംസയോടുകൂടിയാണ് ഇന്നിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അനുമോദനം നൽകുന്നത്. അതുപോലെ നമ്മുടെ അച്ഛനെ അടക്കം ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുന്നു. ആരുടെ പേരിൽ? പ്രിയമുള്ള ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന മുഖ്യമന്ത്രിയായി നിൽക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായി നിൽക്കുമ്പോഴും MLA ആയി നിൽക്കുമ്പോഴും പൊതുപ്രവർത്തകനായി നിൽക്കുമ്പോഴും ഒക്കെ ഒരു മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിനുപരിയായി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരുപാട് കൂരമ്പുകൾ അദ്ദേഹം നന്മകൾ ചെയ്യുമ്പോഴും ഒരുപാട് കൂരമ്പുകൾ അദ്ദേഹത്തിന്റെ നേരെ വന്നു. തീർച്ചയായിട്ടും എന്റെ മുന്നിലിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വലിയ മാതൃകയാണ് ഉമ്മൻചാണ്ടി സാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫലമുള്ള മരത്തിലല്ലേ കല്ലെറിയൂ എന്ന് സൂചിപ്പിച്ച പോലെ ഒരുപാട് നന്മകൾ ഉണ്ടായതുകൊണ്ടാവാം അദ്ദേഹത്തിന് ഒരുപാട് കല്ലേറി കിട്ടി. പക്ഷേ നമുക്ക് എല്ലാവർക്കും മാതൃകയാകാൻ പറ്റുന്ന പോലെ അത്രയും കൂരപ്പുകൾ വന്നപ്പോഴും ഒരു വാക്കുകൊണ്ട് പോലും ആരെയും ദ്രോഹിച്ചില്ല. ഉപദ്രവിച്ചവരെ പോലും ഉപദ്രവിക്കാൻ പുറകെ പോയില്ല. അത്രയധികം പൊതുസമൂഹത്തിന് മാതൃകയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണാർത്ഥമാണ് രാമരത്ന അവാർഡ് ഇവിടെ നൽകുന്നത് എന്നുള്ളത് ഈ പ്രോഗ്രാമിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത പ്രിയമുള്ള സഹപ്രവർത്തകൻ ശ്രീ ജിജോ കാരക്കാടിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഇതിന്റെ ഭാഗമായി മാറിയ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ എന്റെ ചെറിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നന്ദി, നമസ്കാരം. ജയിക്കരുത്. ായ വ്യക്തികളാണ് നമുക്ക് ലഭിച്ചിരിക്കുക. നമുക്ക് സ്നേഹമാനുള്ള ഒത്തിരി സ്വപ്നങ്ങൾ നമ്മുടെ ഉറപ്പിക്കലുകൾ വെള്ളച്ചാട്ട സമയത്ത് കാണിച്ചു. ഈ പ്രദേശങ്ങളെല്ലാം പുറത്തിറങ്ങിക്കൊണ്ട് വലിയൊരു പദ്ധതിയാണ് സാർ ചെയ്യാൻ ഉദ്ദേശിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പ്രകാശകരൻ പറഞ്ഞു തരുന്നതിന് തന്നെ 30 ലക്ഷം രൂപ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ജീവൻ സാർ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻസിയേഷൻ ഇഷ്ടമാത്രം നന്മ ചെയ്ത വ്യക്തിയെ ജീവിക്കാൻ കണ്ട അത്രമാത്രം ഒരു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ സാറിപ്പം പറഞ്ഞതുപോലെ നമുക്ക് യേശുക്രിസ്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ മറ്റുള്ളവർ ക്ഷമിക്കുവാൻ ഒരു മാതൃക കാണിച്ച ഒരു വ്യക്തി ഉമ്മൻചാണ്ടി സാറാണെന്ന് പറയാൻ സാധിക്കും. സഭയിലാണെങ്കിൽ വിധങ്ങളെ സഭയിൽ ഒത്തിരി കാണുമായിരിക്കാം. അത്രമാത്രം നന്മ നിറങ്ങിയ വ്യക്തിത്വത്തിലെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് നായിക. എനിക്ക് നമ്മുടെ ഈ നാട്ടിലെ ഒത്തിരി പ്രോജക്റ്റുകൾ എനിക്ക് സാറിനെ പറഞ്ഞ പരിശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. എല്ലാവരും പോകേണ്ടത് ഇത്രയും തിരക്കിട്ടടയ്ക്കും അവസരം തന്നേക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ പ്രവർത്തനം ഒത്തിരി മുമ്പോട്ട് പോകട്ടെ. ഒരു ടൂറിസം ഹബ്ബായി ലോക ഭൂപടത്തിലുള്ള നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ലോക ഭൂപടത്തിലുള്ള ഒരു മലയുടെയും താഴ്വാരത്തിലാണ് നിൽക്കുന്നത്. ഇതിന്റെ പ്രദേശത്തിന്റെ ഭംഗി നമുക്കറിയില്ല. എത്രയോ ആൾക്കാർ എന്നെയോ ഈ പള്ളിയിലൊക്കെ വരുന്നവരെല്ലാം അങ്ങോട്ട് ഈ സ്ഥലങ്ങളെല്ലാം കാണിക്കാറുണ്ട്. അച്ഛനൊരു സ്വർഗത്തിന്റെ താഴ്വരയിലാണല്ലോ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കോട്ടയത്തും വരുന്നവർക്കെല്ലാം ഈ താഴ്വാരങ്ങളാണ് പറയുന്നത്. സാറിന്റെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടാണ് ഈ പല റോഡിന്റെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർന്നു കഴിയുമ്പോൾ നമുക്ക് ഈ വഴികൾ പാസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തിരക്കായിരിക്കും. അതിനെ സാധാരണ നേതൃത്വത്തിൽ ഒത്തിരി വികസനങ്ങൾക്ക് നടത്തത്തെ പ്രാർത്ഥിക്കുകയും ആശംസ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ക്ഷണിക്കുകയും എല്ലാവർക്കും നന്ദി പറയും. പ്രവർത്തനങ്ങളും കൊണ്ട് നാടിന്റെ നന്മയായി മാറിയ പ്രിയ ഫാദർ സേവ്യർ മൗലത്തിൽ നാഷണൽ ആം റെസ്ലിംഗ് വിന്നർ അലിഫ് അഷറഫ്, നാഷണൽ വെറ്ററൻസ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2026 സ്വർണ്ണ മെഡൽ ജേതാവായ അഭിജിത്ത് കെവി, പൊതുസമൂഹത്തിന്റെ ക്ഷേമം മുൻനിർത്തി കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ സ്ഥാപനം യാഥാർത്ഥ്യമാക്കുന്നതിന് സ്ഥലം വിട്ടു നൽകിയ ശ്രീ രാജു പള്ളത്തിശ്ശേരി, വേദനിക്കുന്നവർക്ക് ആശ്വാസം നേടുവാൻ സ്വാതന്ത്ര്യത്തിന്റെ കാരുണ്യയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന സ്വാതന്ത്ര്യം
ഇളങ്കാട് യൂണിറ്റ് രക്ഷാധികാരി KM ഹംസ മൗലവി. മൗലവി നമ്മുടെ ഉസ്താദ് വേദിയിലില്ല. സ്ഥാപനത്തിന്റെ സെക്രട്ടറി ശ്രീ സലാം അതേറ്റുമാണ്. 2025-26 വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ സഞ്ജയ് TS. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വൈശാഖ് വിനോദ്. സൗവർണിക സജി. അശ്വിൻ മോഹൻ. അനന്യ പി ബിനു. നിവേദ്യ രതീഷ്. അഭിനവ് പി എ. അമ്പാടി സി സതീഷ്. അക്ഷയ വർഗീസ്. 2026 വർഷത്തെ പ്ലസ് 2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ നന്ദന രതീഷ്. വിസ്മയ മനോജ്. ജ്യോതിക മോൾ KR. ഗായത്രി KS. അൽഫോൻസ അജി. അലീന റജി. ജിത്തു ജോഷി. സമീർ KS. മുഹമ്മദ് അമീർ. അദ്വൈത് K സജി. നമ്മുടെ നാടിന്റെ സ്വന്തം ഡിജിറ്റൽ സ്റ്റോറി ടെല്ലർ സന്തോഷ് കരോങ്കരെ. വർഷം പ്ലസ് 2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ റോണ തെരേസ ബെന്നി. അതുപോലെ തന്നെ പ്ലസ് 2 പരീക്ഷയിൽ ഫുൾ A+, അതായത് 1200 മാർക്ക് നേടിയ ആൻമരിയ സാബ. ട്യൂബിന്റെ വെട്ടോയി പുറകത്തെ BSc നഴ്സിംഗിൽ ഉന്നത വിജയം നേടിയ നന്ദന ഉല്ലാസ്. ജനറൽ നഴ്സിംഗിൽ വിജയം നേടിയ വർഷ ഷാജി. BSc നഴ്സിംഗിൽ ഉന്നത വിജയം നേടിയ അഞ്ജന ശിവാനന്ദൻ. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വിജയം നേടിയ അസ്ലാം പി കബീർ. ബിടെക്കിൽ വിജയം നേടിയ മുഹമ്മദ് അനീസ് റഹ്മാൻ. അത് നീക്കിക്കൊടു. ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിജയം നേടിയ വന്ദന ഉല്ലാസ്. ബികോം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആഷിഖ് റഹ്മാൻ.
വിജയം നേടിയ തോമസ് വി രാജി, ബിഫാമിൽ വിജയിച്ച ആഷ്ന അഷ്റഫ്, എംഎഡ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഉന്നത വിജയം നേടിയ അലൻ കേട്ടോ, യുവജന അർപ്പിക്കുവാൻ വേണ്ടി പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്ത് അമ്മ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി അനുഷ് യുനേഷ്. പറയുന്നില്ല, ഒറ്റ വാക്കിൽ തന്നെ എല്ലാവർക്കും കൃത്യമായി നൽകുന്നു. ചെയ്യാൻ പറഞ്ഞു അമ്മാരുടെ കയ്യിലെ കൊടുക്കുന്നുണ്ട്. അമ്മാരെ ദേഷ്യപ്പെടുത്തില്ല, അത് പണി നടക്കണം. അതേന്ന് മാറിക്കഴിഞ്ഞാൽ 5 ലക്ഷം അവിടെ 8 ലക്ഷം അവിടെ ദീർഘത്തിന് വേണ്ടി ഓടിച്ചെത്തിക്കുന്നേ ഉള്ളൂ. എല്ലായിടത്തും എങ്ങനെ 2-3 മാസം എടുക്കും. അതോടെ നമുക്കുണ്ടാവില്ല. ഇടാനോ